ഫിനാൻഷ്യൽ അഡ്വൈസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഫിനാൻഷ്യൽ തെറാപ്പിയെ പറ്റി കേട്ടിട്ടുണ്ടോ? പല ആൾക്കാരുടെയും മണി പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ഒരു വരുമാനത്തിൻ്റെ പ്രശ്നമല്ല, അവരുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും മണി പ്രോബ്ലം. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ട്രെൻഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ തെറാപ്പി എന്ന് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫിനാൻഷ്യൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ മറ്റൊന്നും തന്നെയല്ല, ഒരാളുടെ മണി റിലേഷൻ അല്ലെങ്കിൽ അയാൾ ഒരു മണി കൈകാര്യം ചെയ്യുന്ന അയാളുടെ മാനസികാവസ്ഥയെ പറ്റിയുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർ മെഷേഴ്സ് ഗൈഡ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ടൂളാണ് ഫിനാൻഷ്യൽ തെറാപ്പി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ തെറാപ്പി ചെയ്യുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒരാളുടെ സ്പെൻഡിങ് ഹാബിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അയാളുടെ ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ലൈഫിൽ എന്താണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കും. പിന്നീട് അയാളുടെ ഫാമിലിയുടെ ഒരു ഹിസ്റ്ററി ഓഫ് ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഈ പാരാമീറ്റർ എല്ലാം എടുത്തിട്ട് അയാളുടെ ഒരു ഹാബിറ്റ് ഓഫ് മണി റിലേഷൻ എന്താണെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം അയാൾ എന്തൊക്കെ പ്രക്രിയകളിൽ അയാളുടെ മണി സ്പെൻഡിങ്ങിൽ മാറ്റം വരുത്തണമെന്നൊരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കി കൊടുത്ത് അയാളുടെ ടോട്ടൽ മൈൻഡ് സെറ്റ് മണി റിലേഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിമ്പിൾ തെറാപ്പിയാണ് ഫിനാൻഷ്യൽ തെറാപ്പി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മണി പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫസ്റ്റിലെ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, മണി പ്രോബ്ലം ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒക്കുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാം.